പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗസൗഖ്യത്തിലേക്ക് കർത്താവിൻ്റെ ശക്തി കടന്നു വരാൻ വേണ്ടി നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അനേകം രോഗികൾ, ക്വാറന്റൈനിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് രോഗികൾ ലോകത്തുണ്ട് കർത്താവെ. അവരെല്ലാം സ്പർശിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് വേണ്ടി രാവും പകലും വേർപ്പിഴക്കി ജീവിതത്തിന് അവതാളത്തിലൊക്കെ നിർത്തിയിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുണ്ട് കർത്താവെ, ഡോക്ടർമാരുണ്ട് കർത്താവെ. അവരെല്ലാം നിയന്ത്രിച്ച് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ക്രമീകരിക്കുന്ന സർക്കാരുണ്ട് കർത്താവെ. അവരെല്ലാം നിയന്ത്രിച്ച് സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ കരുണ അവർക്ക് ആവശ്യിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ത്വക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ത്വക്ക് രോഗമുള്ളവർ ശുശ്രൂഷയിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ശരീരത്തിൽ നിറം മാറി വരുന്നവരെ, ചുവന്ന നിറമായി വരുന്നവരെ, തൊലി പൊടിഞ്ഞ പോലെ തോന്നിപ്പോരുന്നവരെ, തൊലിക്ക് കട്ടി കുറഞ്ഞിട്ട് ഊത്തലെടുക്കുന്നവരെ, അലർജി രോഗികൾ, വിസർപ്പ രോഗികൾ, സോറിയാസിസ് രോഗികൾ, കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്താൽ മക്കളെ തളിക്കണമേ കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 മഹത്വം, മഹത്വം, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഹൃദയ രോഗികളെ സ്പർശിക്കണമേ, കരൾ രോഗികളെ സ്പർശിക്കണമേ, പാൻക്രിയാസ് രോഗികളെ സ്പർശിക്കണമേ. ഓ ദിവ്യ ഈശോയെ, ഓ ദിവ്യകാരുണ്യമേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരത്താൽ, ആണിപ്പഴുതാർന്ന അത്ഭുത കരത്താൽ ഈശോ മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ള ഉള്ളംകാലം ഉച്ചവരെ കർത്താവിൻ്റെ സ്പർശനം അനുഭവിക്കുന്നതിന് വേണ്ടി നീ സ്വസ്തിക പോലെ ശരീരം പൊതിഞ്ഞുകൊണ്ട് ദിവ്യകുർബാനയ്ക്ക് സമർപ്പിക്കുക. കർത്താവെ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ അങ്ങനെ രോഗികൾ വേദന അനുഭവിക്കുന്നവരെ കർത്താവെ ഈ ദിവ്യകുർബാനയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കണം കർത്താവെ. ഈശോ നീ അവരെ സ്പർശിക്കണമേ കർത്താവെ. അസ്ഥി രോഗികളെ സ്പർശിക്കണം കർത്താവെ. അസ്ഥി ഉരുക്കമുള്ളവരെ സ്പർശിക്കണം കർത്താവെ. ത്വക്ക് രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. ഈശോ പലതരത്തിലുള്ള രോഗങ്ങളുള്ളവരെ, രക്താർബുദക്കാർ, ആർബുദ രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. വാത രോഗികളെ സ്പർശിക്കണം കർത്താവെ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ പ്രഷർ രോഗങ്ങൾ, അതിന്റെ മൂലകാരണങ്ങൾ, മസ്തിഷ്ക രോഗങ്ങൾ, മൂലകാര്യങ്ങൾ, അവസ്മാര രോഗങ്ങൾ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ഈശോയേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം,
യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ഈസ്റ്റർ കഴിയുമ്പോൾ നമ്മുടെ ജീവിതം പൊതു ഐശ്വര്യത്തിലേക്കും സന്തോഷത്തിലേക്കും ഈ രാജ്യം കടന്നു വരണം. ലോകരാജ്യങ്ങളെല്ലാം കടന്നു വരണം. പക്ഷേ മനുഷ്യൻ മുമ്പത്തെക്കാളുപരി സ്നേഹമുള്ളവനും രാജ്യങ്ങൾ സഹവർത്തിത്വമുള്ളവരുമാകണം. എല്ലാം ശത്രുതയിൽ കൂടുതൽ യുദ്ധ ഉപകരണങ്ങൾ മേടിച്ച് കൂട്ടിക്കൊണ്ട് പേടിപ്പിച്ചിട്ട് സമാധാനം ഉണ്ടാക്കുന്ന ശുദ്ധമായ ഒരു സമാധാനത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഈ ശുദ്ധമായ സമാധാനത്തെ പരസ്പരം പകവിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യനാണ് ഈ മനുഷ്യനെയാണ് കാണാത്ത ഈ ജീവി പേടിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വൈറസിൻ്റെ കാലത്തിന് ശേഷം മനുഷ്യൻ പരസ്പരം എളിമപ്പെട്ടുകൊണ്ട് പരസ്പരം സഹകരിക്കുന്ന ഒരു പുതിയ ലോകക്രമം ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ജീവിത പങ്കാളിയുമായിട്ട് പിരിഞ്ഞു താമസിക്കുന്നവരുണ്ട്. നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിൽ കൂതാശവരും മുടക്കി ജീവിക്കുന്നവരുണ്ട്. വസ്തു തർക്കത്തിൻ്റെ പേരിൽ അകന്ന് ജീവിക്കുന്നവരുണ്ട്. സഹോദരങ്ങൾ ഭിന്നത കഴിയുന്നവരുണ്ട്. യേശു ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാനെല്ലാം കുപ്പയായി കരുതണമെന്ന് പറഞ്ഞില്ലേ? കുപ്പയായി കരുതണം പറഞ്ഞ ആരാണ്? അപ്പോസ്തലനാണ്. അദ്ദേഹം പറഞ്ഞ കുപ്പ എന്താ? ജീവൻ, സ്വന്തം ജീവനെപ്പോലും വേസ്റ്റായിട്ട് കരുതിയ മനുഷ്യരാണ്. അതാണ് അപ്പോസ്തല അനുഭവം എന്ന് പറയുന്നത്. കർത്താവിന് ഉയർത്തെഴുന്നേൽപ്പിനെ പ്രഘോഷിക്കുവാനും അതിന് സാക്ഷിയാകുവാനും വേണ്ടി കർത്താവിന് മനസ്സിലാകണം നമ്മൾ ആത്മാർത്ഥമായി അതിൽ വിശ്വസിക്കുന്നുവെന്ന്. അപ്പോഴാണ് ക്ഷമിക്കാനും കൊടുക്കാനും കണ്ടില്ലെന്ന് വെക്കാനും അനുരഞ്ജനപ്പെടാനും എല്ലാവരെയും സ്നേഹിക്കാനും ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാനും എല്ലാം നമുക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ്? ദൈവസ്നേഹം കൊണ്ടാണ്. പക്ഷെ വെറും ദൈവസ്നേഹമല്ല, നമ്മുടെ വിശ്വാസ സ്നേഹം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള വിശ്വാസമാണ്. നമ്മുടെ ബന്ധമെന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പിന്റെ കർത്താവുമായിട്ടുള്ള ആത്മബന്ധമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാർദ്ര മനസ്സുള്ള യേശുനാഥ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പ്രിയമുള്ളവരെ, നമ്മുടെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നിമിഷങ്ങളിലെല്ലാം കർത്താവ് നമ്മളെ സ്നേഹത്താൽ അഭിഷേകം ചെയ്യുകയായിരുന്നു. ഇനി കർത്താവ് നമ്മളെ ശക്തിയാൽ അഭിഷേകം ചെയ്യാൻ പോകുന്ന നിമിഷങ്ങളാണ്. രോഗശാന്തി അനുഭവിച്ച എല്ലാവരും പറഞ്ഞത് കർത്താവിൻ്റെ ശക്തിയുടെ അഭിഷേകമാണ്. ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് രണ്ട് രീതിയിലാണ്: സ്നേഹത്തിലും ശക്തിയിലും. ഇപ്പോഴിനി ആ ഈശോനെ നമ്മുടെ ശക്തിയോടെ അനുഭവിക്കാൻ പോവുക. കർത്താവേ, ഈ നിമിഷം മുഴുവൻ ആരാധന നിൻ്റെ കൂടെ ആയിരിക്കാൻ നീ അനുവാദം നൽകിയതിന് നന്ദി പറയുന്നു കർത്താവേ. ഇപ്പോഴനേകം മക്കൾ കർത്താവേ ലൈവായി ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം നിന്നെക്കുറിച്ച് കേട്ടു, നീ ആരാണെന്ന് അറിഞ്ഞു കർത്താവേ. അവർക്കുണ്ടായിരുന്ന ആത്മബന്ധത്തെ അവർ ആഴപ്പെടുത്തി കർത്താവേ. അവരെല്ലാം നീ ആശീർവദിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ആരാധന 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 ആരാധന
ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു ഈശോ ശക്തിയാണ്. അതാണ് അപ്പോസ്തലന്മാരുടെ അനുഭവം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമായ യേശു ക്രിസ്തു. അന്ന് കൊറിന്ത്യൻസിൻ്റെ 1:24 കർത്താവ് ഒരേ സമയം തന്നെ ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ശക്തിയാണ് നിന്നിലേക്ക് കടന്നു വരുന്നത്. ഈ ശക്തിയാണ് രക്തസ്രാവ രോഗിയിലേക്ക് കടന്നു വന്നത്. കർത്താവ് രക്തസ്രാവ രോഗി പിറകിലൂടെ വന്ന് അവൻ്റെ വസ്ത്രാഞ്ചത്തിൽ സ്പർശിച്ചപ്പോൾ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. ആരാണ് എന്നെ സ്പർശിച്ചെന്ന് ചോദിക്കാം. 8:45 ലൂക്കായുടെ സുവിശേഷത്തിലെ. എന്തെന്നാൽ ഇതിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നുവെന്ന്. കർത്താവ് ആകുന്ന ശക്തി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ രോഗത്തെ സുഖപ്പെടുത്തും. അതാണ് ലോകത്തിലെ ഏത് മതങ്ങളെക്കാളും ക്രിസ്തീയ ശുശ്രൂഷകളിലെ രോഗശാന്തിക്ക് ഇത്രയും വിലയുള്ളത് അതാ. ഇന്നും ഓരോ ദിവസവും 10,000 കർത്താവിൻ്റെ ശക്തി അനുഭവിച്ച് സൗഖ്യപ്പെടുന്നുണ്ട്. എല്ലാ കാലങ്ങളിലും ഇതുപോലെ അതിൽ വിശ്വസിക്കാത്തവരും ഉണ്ടാകും. അവർക്ക് അനുഭവങ്ങളില്ല, അതുകൊണ്ട് അവർ വിശ്വസിക്കണില്ല. അവരെല്ലാ വിഷയവും ബുദ്ധി പോലെ കാണാൻ ആഗ്രഹിക്കുന്ന, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ആൾക്കാർ ചോദിക്കുന്നില്ലേ, ഇത്രയും വലിയ വൈറസൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവം എവിടെ പോയെന്ന്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വൈറസ് തന്നെ ഉണ്ടാക്കിയത് ആരാണ്? എല്ലാത്തിനും മറുപടി ശാസ്ത്രമെന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ മാസം ഈ വൈറസ് വരുന്നും വരെ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ സിനിമാക്കാർ കളിയാക്കണ പോലെ മലപ്പുറം കത്തി അല്ലേ, എന്തെങ്കിലും മിഷൻ കണ്ണെന്നൊക്കെ പറഞ്ഞ പോലെ ചൊവ്വായി പോകാൻ പോണ്, ചന്ദ്രനിൽ താമസിക്കാൻ പോണ്. ഇപ്പം എവിടെ ഈ ആൾക്കാരൊക്കെ എവിടെ? ഈ അണുബോംബ് വരെ ഉണ്ടാക്കി തന്ന ശാസ്ത്രമാണ് അല്ലേ. ഇപ്പോൾ ഈ വൈറസിനെയും പിടിക്കുന്ന ശാസ്ത്രമാണെന്നാണ് പറയണത്. മനുഷ്യരാശിയെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ വേണ്ടി. അതിനും ദൈവത്തെയാണ് വഴി പറയണത്. അപ്പോൾ അറിവില്ലാത്ത മനുഷ്യൻ സ്വാഭാവികമായിട്ട് ബുദ്ധിയെ മാത്രമായി, ഞാൻ ശാസ്ത്രത്തിന് എതിരായിട്ട് സംസാരിക്കുകയല്ല, പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, അതിനേക്കാൾ വലുതാണ് സത്യം. ശാസ്ത്രത്തെക്കാൾ വലുതാണ് സത്യം. ബുദ്ധിയേക്കാൾ വലുതാണ് ദൈവം. അപ്പോൾ ദൈവത്തെ മറന്നുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ ആയിട്ടുള്ള ശക്തികൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ സംഹാരമാണ് ഉണ്ടാകുന്നത്. അപ്പം ശാസ്ത്രത്തിൻ്റെ നന്മകൾ ജനങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി തന്നെ എന്ത് വേണം? ആദ്യം ദൈവത്തെ അംഗീകരിച്ച് വിശ്വാസം സ്വീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബും അണുബോംബും ഇതുപോലെ വൈറസും ഒക്കെ ആയിട്ട് കൊലയാളി വൈറസുമായിട്ട് ശാസ്ത്രം കൊണ്ട് മനുഷ്യനെ കൊല്ലാൻ പറ്റും. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മരുന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതല്ല അവസ്ഥ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബുദ്ധിപരമായാലും ശരി എളിമപ്പെട്ടുകൊണ്ട്, കർത്താവേ എനിക്ക് നിന്നെ അറിയില്ല, എനിക്ക് നിന്നെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു അണുവിനെപ്പോലും കണ്ടുപിടിച്ചിട്ട് ഓടി പെരകത്ത് കയറിയിരിക്കുന്ന മനുഷ്യനാണ് ഞാൻ. എത്ര വീമ്പിളക്കിയിട്ടും കാണപ്പെടാത്ത ഒരു ജീവിയുടെ ഓർത്തിട്ട് ഞാൻ ഓടി പെരയിടത്തിരിക്കുകയാണ് 21 ദിവസമായിട്ട്. ഇതാണ് ഞാൻ എൻ്റെ ബുദ്ധിയെ ഞാൻ കടിയറ വെക്കുന്നു. കർത്താവേ എനിക്ക് അണുവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് അണുവിനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സൗഖ്യം ആരംഭിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ മഹത്വം. ആരാധന 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 ആരാധന. തന്നെ പറയട്ടെ, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ദൈവമാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഷീബ. ആലപ്പുഴ ഹരിപ്പാടിൽ നിന്നും വരുന്നു. എൻ്റെ മോൻ ഒരു വലിയ അപകടം സംഭവിച്ചു. ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നു.
അപ്പം അതിനെപ്പറ്റി എൻ്റെ ഭർത്താവ് കാര്യമായിട്ട് പറയുന്നു. ഞങ്ങളുടെ അപകടം സംഭവിച്ച് ഞങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ആദ്യം പോയത്, വണ്ടാനം മെഡിക്കൽ കോളേജിൽ. അവിടെ നിന്നും രക്ഷപ്പെടത്തില്ല എന്നൊരു അവസ്ഥയിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളുടെ സ്വന്തം റിസ്കിൽ കൊണ്ടുപോവുകയായിരുന്നു. അവിടെ ചെന്ന് ഒരു ദിവസം അവരവിടെ വെറുതെ വാർഡിൽ കിടത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവനെ തിരിച്ചു കിട്ടത്തില്ല, രക്ഷപ്പെടത്തില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഡിസംബർ 24-ാം തീയതിയാണ് ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ആകുന്നത്. ആ ഒരു ദിവസം അവിടെ കിടന്ന് 25-ാം തീയതി ക്രിട്ടിക്കൽ കെയർ ICUയിലേക്ക് മാറ്റിയെങ്കിലും ഡോക്ടർമാർ വന്ന് കണ്ടു നോക്കിയതിന് ശേഷം ബൈസ്റ്റാൻഡറെ വിളിച്ചു. അങ്ങനെ ഞാൻ ചെന്നു. കുഞ്ഞിൻ്റെ വിവരം അവർ പറഞ്ഞത് രക്ഷപ്പെടത്തില്ല, നിങ്ങളൊരു കാരണവശാലും അവനെ ജീവനോട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞ സമയത്ത് തന്നെ എൻ്റെ ഭാര്യ തൊട്ടടുത്ത് ഇപ്പുണ്ടായിരുന്നു, മറിഞ്ഞ് താഴെ വീണ് BP കൂടി. അവളും ആകപ്പാടെ വയ്യാത്തൊരവസ്ഥയിൽ കിടന്നു. മോനും മോനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. 9 ദിവസം അവനെ അങ്ങനെ ഡോക്ടർമാർ ഉപേക്ഷിച്ചിട്ട നിലയിലായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് മാതാവിനെ അറിയാം, മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും ഇങ്ങനെ വലിയ അനുഗ്രഹങ്ങളോ മറ്റുള്ള ഒന്നും തന്ന് തോന്നിയിട്ടില്ല. അങ്ങനെ എങ്കിലും അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ശരിക്കും ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ, 2 മക്കളും ഞാനും ഭാര്യയും. ഞങ്ങൾക്ക് 3 പേരായിട്ട് പറ്റത്തില്ല, ഞങ്ങൾ 4 പേരും തിരിച്ചു വേണം. ഞങ്ങൾ 4 പേരെ ഒരുമിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിലേക്ക് പോകാൻ കഴിയും എന്നുള്ള രീതിയിൽ തന്നെ അമ്മ മാതാവിനെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ 9-ാമത്തെ ദിവസം ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതുപോലെ മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങി, ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷയാകാം എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഡോക്ടർ അങ്ങനെ പറയുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ തളർന്ന് കിടന്നുറങ്ങുമ്പോൾ എൻ്റെ കണ്ണിന് ഞാൻ കണ്ടതാണ് ക്രിട്ടിക്കൽ കെയർ ICUയിൽ എൻ്റെ മോൻ്റെ അടുക്കൽ എൻ്റെ അമ്മ മാതാവ് കൈയെത്തി ഇങ്ങനെ അവനെ പിടിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ കണ്ണിന് കണ്ടു. അവിടെ തൊട്ട് എനിക്കും ഒരു വിശ്വാസമായി, ഇല്ല ഒരിക്കലും അവനൊന്നും സംഭവിക്കത്തില്ല, എൻ്റെ മോനെ അമ്മ തിരിച്ചു തരും. ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങളിരുന്നു. അങ്ങനെ 75 ദിവസം ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ് ഒരുപാട് മാറ്റങ്ങളായി. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ മോനെ കിട്ടി. ഞങ്ങൾ 4 പേരും കൂടെ ഇവിടെ വന്ന്, ഇതിനു മുമ്പ് തന്നെ ഭാര്യ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങളിപ്പം 3 മാസമായിട്ട് ഇവിടെ വരുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും. പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയത് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അത് കൊടുക്കുന്നു. പിന്നെ ആരുമില്ലാത്ത ഒരമ്മ ഞങ്ങളുടെ അടുത്തുണ്ട്. അമ്മയെ പോയി അന്വേഷിക്കുക, അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തു വരും. രാവിലെ 5:30 ഞങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വൈകിട്ടും ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടി മുട്ടുകുത്തി ജപമാല ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പോരുന്നു. മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സുബിഷ ജിൻസൺ, ഇതെൻ്റെ ഭർത്താവ് ജിൻസൺ, ഇതെൻ്റെ മകൻ ജൊഹാൻ, ഇത് ജുവാൻ, ഇത് ജുവല്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് 11/2/2023 ഉടമ്പടി എടുക്കാൻ ഞാനിവിടെ വരുന്ന, എനിക്ക് അമ്മേനെക്കുറിച്ച് അറിയായിരുന്നു, ഞാൻ പത്രങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ സാക്ഷ്യങ്ങൾ വായിക്കാറുള്ള ഒരാളാണ്, സാക്ഷ്യങ്ങൾ കേൾക്കും. അതുപോലെ പ്രാർത്ഥനകൾ, ഞാൻ ഈ മോളെ സുഖമില്ലാണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായി പ്രഭാതത്തിലെ പ്രാർത്ഥന ചൊല്ലാനായിട്ട് അച്ഛൻ്റെ കൂടെ തുടങ്ങിയത്. അപ്പം ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. കാരണം ഇവൾക്ക് ജനിക്കുമ്പോഴത്തേക്കും വെയിറ്റ് കുറവായിരുന്നു. അപ്പോൾ ജനിച്ചതിന് ശേഷം വെയിറ്റ് കുറവാണെങ്കിലും കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ കുട്ടിയെ കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു ചെക്കപ്പിന് ചെല്ലേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്റ്റെതസ്കോപ്പ് അവിടെ വെച്ച സ്ഥലത്ത് നിന്ന് ഡോക്ടറെ എടുക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണം. കൊച്ച് തട്ടിയെ കളയുന്നുണ്ടെങ്കിലും ഡോക്ടർ അത് മാറ്റണില്ല. ഡോക്ടർ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തിയില്ലായ്മ തോന്നി, എന്താണാവോ ഇങ്ങനെ മാറ്റാതെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം ഞാൻ ഓർത്തു എന്തെങ്കിലും ഡോക്ടർക്ക് കറക്റ്റായിട്ട് എന്തെങ്കിലും മനസ്സിലാവാൻ വേണ്ടിയായിരിക്കും എന്ന് ഞാൻ ഓർത്തു. അതിനുശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു മർമറിങ് ഉണ്ട്, നമുക്കൊന്ന് എക്കോ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഒരു ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളപ്പോഴാണ് അങ്ങനെ ഒരു മർമറിങ് വരുന്നത്. അപ്പോൾ നമുക്കതൊരു എക്കോ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. ഇതറിഞ്ഞപ്പോഴേക്കും കൂടെ ഹസ്ബൻഡില്ല, ഹസ്ബൻഡ് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. ഞാനും അമ്മയും കൂടിയാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് പോയിരിക്കുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ എൻ്റെ
ചെവിട്ടിൽ നിന്ന് ആകെ പുക പോകുന്നത് പോലെയാണ്. എനിക്ക് കണ്ണൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ആ ചെയറിലങ്ങ് ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, താൻ വിഷമിക്കണ്ട, നമുക്കൊന്ന് ചെയ്ത് നോക്കാം, എന്താ വിവരമെന്ന് നമുക്കറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ കാർഡിയോളജിയിലേക്ക് റെഫർ ചെയ്തു. അവിടെ പീഡിയാട്രിക് കാർഡിയോളജിയിൽ കുഞ്ഞിനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഹാർട്ടിൻ്റെ വാൽവിന് 2 ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ ആകെ കരയാൻ തുടങ്ങി. എനിക്കിത് എന്ത് ചെയ്യണം, ഹാർട്ട് ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യേണ്ടവരോ, എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ ആരോട് ചോദിക്കും, എനിക്ക് ഒന്നും കിട്ടാനില്ല, ഞാൻ എന്ത് ചെയ്യും, നിന്നോടത്ത് നിന്ന് ഞാൻ ആകെ കരയാണ്. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ വിഷമിക്കല്ലേ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇവിടെ ഈ കൃപാസനത്തെ പറ്റി ധാരാളം കേൾക്കുന്നുണ്ട്, സാക്ഷ്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാൻ, അതായത് എനിക്ക് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ കേട്ട് വരാനായിട്ട് പറ്റുള്ളൂ. എൻ്റെ അനിയൻ ഒരു ആക്സിഡൻറ്റ് മൂലം തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ എനിക്ക് അവരോടൊപ്പം എന്നെ വരാനായിട്ട് പറ്റില്ല, അവനാരെങ്കിലും വേണം കൂടെ. പിന്നെ ഞാനും അമ്മയും 3 കുഞ്ഞുങ്ങളുമാണ് വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് എനിക്കൊരു കൃപാസനം പേപ്പർ കിട്ടി. കൃപാസനം പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നൊരു വാക്യം ഇങ്ങനെയാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ലൂക്ക 1:37. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആകെ ഒരു എനിക്ക് വേണ്ടി ദൈവം എന്തോ ചെയ്യണമെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല, മനുഷ്യർക്ക് സാധ്യമല്ലാത്തത് ദൈവത്തിന് സാധ്യമാണെന്നുള്ളൊരു തോന്നൽ എനിക്കപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ വേഗം എനിക്ക് പിന്നെ കൃപാസനത്തിലേക്ക് എങ്ങനെയെങ്കിലും വരണമെന്നായിരുന്നു. കൃപാസനത്തിൽ വരണം അങ്ങനെ ദിനം പ്രതി ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനപ്പോൾ ഹസ്ബൻഡിനോട് പറയും, എനിക്ക് കൃപാസനത്തിൽ പോകണം. അപ്പോൾ ഹസ്ബൻഡ് വിശ്വാസമുള്ള ഒരാളാണ്, പക്ഷേ കൃപാസനമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ആരും അങ്ങനെ പോന്നിട്ടില്ല, അങ്ങനെ അറിയില്ല കൃപാസനത്തെ പറ്റി കാര്യങ്ങളൊന്നും. പറയും ഞാൻ വന്നിട്ട് പോകാം, കുഞ്ഞല്ലേ, അപ്പോൾ ഞാൻ വന്നിട്ട് പോകാമെന്ന് പറയാം. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തണം. എനിക്ക് അടുത്ത സ്കാനിങ് പറഞ്ഞിരിക്കുന്നത് മാർച്ചിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ എനിക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ എത്തി അമ്മേനെ കാണിക്കണം, അമ്മയുടെ സംരക്ഷണം എൻ്റെ കുഞ്ഞിന് വേണം എന്ന് കരുതി ഞാൻ വീണ്ടും അമ്മേനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാറുണ്ട്. ഞാൻ അന്ന് റെക്കോർഡിക്കലായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ അപ്പോഴും എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും. എനിക്ക് ഇത്രയുള്ള കുഞ്ഞാണെങ്കിലും ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. അപ്പോൾ എനിക്കങ്ങോട്ട് എങ്ങനെയെങ്കിലും ഇവിടെ വരണം അങ്ങനെയുള്ളൊരു തോന്നലായിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഞാൻ അപ്പോൾ എന്താണ് കൃപാസനം എന്നുള്ള ഒരു ഇതൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ കൃപാസനത്തെ പറ്റി മാതാവ് പ്രത്യക്ഷപ്പെട്ടു, അച്ഛൻ കണ്ടു, അങ്ങനെയൊക്കെ അതിനൊന്നും എനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. എന്താ ഇതിൻ്റെ ഒരു ഇതൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു ചാനലിൽ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാൻ തുടങ്ങി. ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുത്ത എപ്പിസോഡ് കണ്ടു. അപ്പോഴാണ് അച്ഛൻ മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്നും ഒരു ആരാധന മധ്യേ പ്രത്യക്ഷപ്പെട്ടതാണെന്നും ഇതുപോലെ ധാരാളം ആൾക്കാർ വന്ന് അവരുടെ സാക്ഷ്യങ്ങളാണ് ഈ ആൾത്താരയിൽ വന്നിരുന്ന് പറയണത് കേട്ടപ്പോൾ പിന്നെ എനിക്കിവിടെ വന്നേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഇനി എന്തായാലും പോയേ പറ്റുള്ളൂ, എനിക്ക് പോകാനുള്ള പൈസ വേണം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ വന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഓരോ ദിവസവും പറയും, എനിക്ക് പൈസ വേണം പോകാൻ. അപ്പം നമ്മൾ ചിലവ് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഇങ്ങോട്ട് വരാനായിട്ട് എനിക്ക് കാറൊക്കെ പിടിച്ച് വരണം. ഞാനപ്പം ഈ കുഞ്ഞുങ്ങളെയുമായിട്ട് ഞാൻ ഒരു ദിവസം മനസ്സോടെ ഭർത്താവ് എനിക്ക് പൈസ എന്നിട്ട് പറഞ്ഞു, എന്നാൽ നീ കൃപാസനത്തിൽ പോകുമെന്ന് പറഞ്ഞു. ഞാൻ വേഗം ഈ കുഞ്ഞുങ്ങളെയുമായിട്ട്, എൻ്റെ അമ്മയുണ്ട്, ചേച്ചി ഉണ്ടായിരുന്നു, 2 അമ്മമാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വേഗം ഒത്തിരി തിരക്കുള്ളൊരു 2ാം ശനിയാഴ്ച ആയിരുന്നു ഞാൻ വന്നത്. ഒത്തിരി തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ വന്നതിന് ശേഷം ഞാൻ ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് കൊച്ചിനെയും പിടിച്ചുകൊണ്ട് നിൽക്കണത് ഈ 3 പിള്ളേരൊക്കെ ഉള്ളതെന്ന് അതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ എന്നോട് അമ്മച്ചി ചോദിക്കണ്ട, നിനക്ക് കൊണ്ട് പറ്റുമോ, ഇത്രയും കുഞ്ഞിനെ വെച്ചിട്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കണ്ട. അപ്പം പറഞ്ഞു, എനിക്ക് പറ്റും, എനിക്ക് എന്തായാലും എനിക്ക് ഉടമ്പടി എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കയറി ഉടമ്പടി എടുത്ത്
അതിനുശേഷം ഞാൻ ഇവിടെ വരുമ്പോൾ കുർബാനയായിരുന്നു. ഞാൻ മാതാവിനെ ഒന്ന് കണ്ടിട്ട് ഉടമ്പടി എടുക്കാൻ പോയി. അതിനുശേഷം ഇവിടെ വന്ന് കുഞ്ഞിനെ നിലത്ത് വെച്ച് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല മാതാവിനോട്. എനിക്ക് കുഞ്ഞിൻ്റെ രോഗം മാറ്റിക്കിട്ടണമെന്നോ അസുഖം മാറ്റിക്കിട്ടണമെന്നോ ഇതിന് പൈസ ഇതിന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ നോക്കും. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാനൊരു ബിഗ് സീറോയിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ നിന്ന് മാതാവിനോട് ഒന്നും പറയാനില്ല. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒഴുകിക്കൊണ്ടിരുന്ന് കണ്ണങ്ങോട്ട് ഈ കണ്ണ് കാണാമെന്നുള്ള പരിവായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴുണ്ട് മാതാവിൻ്റെ ആ കൈ ഇരിക്കണത് മാതാവിൻ്റെ ഹൃദയത്തിലാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ആ ഹൃദയത്തിലിരിക്കുന്ന കൈ കുറച്ചുകൂടി താഴ്ത്തി എൻ്റെ കുഞ്ഞിൻ്റെ വാൽവിലേക്ക് വെക്കണേന്ന്. ഞാൻ എന്നിട്ട് ഓരോ ദിവസവും മാതാവിനോട് പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞിൻ്റെ ആ വാൽവിലേക്ക് അമ്മയുടെ കൈ ചെല്ലണം, അമ്മയുടെ സംരക്ഷണം എൻ്റെ കുഞ്ഞിന് വേണം, ദിനം പ്രതി പ്രാർത്ഥിക്കും. ഞാൻ എന്നിട്ട് വീട്ടിൽ ചെന്നു. ഉടമ്പടി അന്ന് ഞാൻ ആരംഭിച്ചില്ല. കാരണം എനിക്ക് ഇവളെ ഈ അസുഖങ്ങളൊന്നും വരാൻ പാടില്ല, അധികം പുറത്തോട്ടൊന്നും കൊച്ചിനെ കൊണ്ടുപോകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇവളെ ഈ അമ്മയുണ്ട്. അപ്പം ഞാൻ രാവിലെ പള്ളിയിൽ പോവുകയാണെങ്കിൽ അമ്മ പോവും, ചില ഞായറാഴ്ചകളിൽ പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇതായിരുന്നു. അപ്പോൾ എനിക്ക് കുമ്പസാരിക്കണമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വരുമ്പോഴും എനിക്ക് കുമ്പസാരിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ തിരികെ വീട്ടിൽ ചെന്നു. അന്ന് ഞാൻ തുടങ്ങിയില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ അച്ഛൻ പള്ളിമേടയിൽ പോയി അച്ഛനോട് പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ഛോ എന്ന് പറഞ്ഞു. വേഗം കുമ്പസാരിച്ചു. അന്ന് മുതൽ ഞാൻ ഈ മാതാവിനോട് കൂടെ ആയിരിക്കാനായിട്ട് തുടങ്ങി. എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങി. ആ ഒരവസ്ഥയിൽ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി. അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അസൂയ, ദേഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ, കുറച്ചുകൂടി മാതാവിനോട് അടുത്തായിരിക്കാൻ, പ്രാർത്ഥനകൾ ചൊല്ലാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ. പിന്നെ ഞങ്ങളുടെ ഇവിടെ കുറച്ച് പേര് അപ്പം എനിക്ക് ആ അവസ്ഥയിൽ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് പൊതിച്ചോറ് കൊടുക്കാനോ രോഗികളെ ശുശ്രൂഷിക്കാനോ ഒന്നും എനിക്കപ്പോൾ സാധ്യമായിരുന്നില്ല. ഞാനപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്കിതിനൊന്നും കാരുണ്യപ്രവർത്തികൾ ചെയ്യാനൊന്നും എനിക്ക് പറ്റണില്ലല്ലോ എന്ന്. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ എല്ലാവർക്കും കൊണ്ടേ കൊടുക്കുമായിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ച് പത്രം ഞാൻ എല്ലായിടത്തും കൊണ്ടേ കൊടുക്കും. പക്ഷേ എനിക്ക് കാരുണ്യപ്രവർത്തികളൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ ഇവിടെ ഈ പൊതിച്ചോറ് കൊടുക്കാനായിട്ട് നമ്മളുടെ വീട്ടിൽ നിന്ന് എത്ര ഒരു പൊതിച്ചോറ് തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഞാൻ 10 പൊതിച്ചോറ് തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ 10 പൊതിച്ചോറ്, അതുപോലെ പിന്നെ ഞാൻ വണ്ടി ഓടിക്കണ ഒരാളാണ്. ഞാൻ ചിലപ്പോൾ ആർക്കെങ്കിലും വയ്യാതെ വരണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കാൻ, അതുപോലെ എന്തെങ്കിലും എന്നെക്കൊണ്ട് ചിലപ്പോൾ ഒരു 100 രൂപയായിരിക്കും, എൻ്റെ കൂടെയുള്ളവർക്ക് ആർക്കെങ്കിലും നമുക്കൊരു സഹായം ചെയ്യാൻ, അങ്ങനെയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നതിന് ശേഷം പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. ഞാൻ ആകെ അടുത്ത സ്കാനിങ് പറഞ്ഞിരുന്നത് മാർച്ച് മാസത്തിലായിരുന്നു. അപ്പോൾ മാർച്ച് മാസത്തിൽ ഞാൻ സ്കാനിങ്ങിന് പോണതിന് മുന്നേ ആയിട്ട് ഈ കുഞ്ഞിൻ്റെ നെഞ്ചിൽ എന്നും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും ഞാൻ കുരിശ് വരക്കുമായിരുന്നു. തൈലം കൊണ്ട് കുരിശ് വരക്കും. ഇവരെല്ലാവരെയും ഞാൻ അവർ കിടക്കാൻ നേരവും പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷവും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരുടെയും നെറ്റിയിൽ കുരിശ് വരക്കും. ഈ കുഞ്ഞിൻ്റെ നെഞ്ചിനവിടെയായിട്ട് ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. അങ്ങനെ സ്കാനിങ്ങിന് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ആദ്യത്തെ സ്കാനിങ്ങിന്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് പറഞ്ഞു, സ്കാൻ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ആ 2 വാൽവിൽ ഒരു വാൽവ് അങ്ങ് ചുരുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, ഈ ചുരുങ്ങിയത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്നും കൂടി വെയിറ്റ് ചെയ്യാം. ഇവൾക്ക് ഇങ്ങനെ ശ്വസിക്കുമ്പോൾ ഒരു മർമറിങ് ഉണ്ട്, നമ്മളിങ്ങനെ കൂർക്കം വലിക്കണ പോലെ ഒരു സ്വരം ഉണ്ടാവും. അപ്പം ചുരുങ്ങിയത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്തെങ്കിലും മരുന്ന് കൊടുക്കണമെന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, മരുന്നിപ്പോൾ ഒന്നും കൊടുക്കണ്ട, നമുക്ക് നോക്കാം, പറ്റിയില്ലെങ്കിൽ ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കയ്യിലൂടെ ഇത് കയറ്റി നമുക്കങ്ങ് അടച്ചു കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു. വീണ്ടും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. ഞാൻ പുതുക്കാൻ വന്നു. അതിനുശേഷം വീണ്ടും കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മൾക്ക് ഈ എക്കോയ്ക്ക് കയറുന്നതിന് മുന്നേ ഈ കുഞ്ഞിനെ മയക്കണമായിരുന്നു. അപ്പോൾ അവർ നമുക്ക്
മരുന്ന് തരും. ആ മരുന്ന് ഞാൻ തന്നെയാണ് കുഞ്ഞിന് കൊടുത്ത് മയക്കി എൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് കൊച്ചിനെ എക്കോ ചെയ്യിക്കാനായിട്ട് കയറ്റണത്. അപ്പോൾ കയറ്റി കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഈ കാശ് രൂപം കയ്യിലുണ്ട്. അപ്പോൾ ഈ സ്കാനിങ്ങിന് പോയ സമയത്ത് ആരുമില്ലാത്ത ഈ സമയത്ത് ഞാൻ എൻ്റെ ബാഗിലാണ് കിടക്കുന്നത്. അതായത് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി ഞാൻ ഈ കാശ് രൂപം അങ്ങനെ ഈ കഴുത്തേലൊന്നും ഇടാറില്ല. കാരണം ഇവരൊക്കെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി. അപ്പം ഞാൻ എൻ്റെ ബാഗിൻ്റെ ഉള്ളിലത്തെ അറയിലാണ് ഇട്ടേക്കണത്. അപ്പോൾ ഒരു രാജാവ് പടവെട്ടാനൊക്കെ പോകുമ്പോഴത്തേക്കും ഉറയിൽ നിന്ന് വാളൂരണ പോലെയാണ് ഞാൻ ഈ കാശുരൂപം എടുക്കുന്നത്. കാരണം കാശുരൂപം മാത്രമുള്ള എൻ്റെ ധൈര്യം. ഈ കാശുരൂപത്തിൻ്റെ ആ ധൈര്യത്തിലാണ് ഞാൻ ഈ അകത്ത് കയറണത്. അപ്പോൾ അകത്ത് 2ാം പ്രാവശ്യവും കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് പറഞ്ഞു, ആദ്യത്തെ 2 വാൽവുള്ളതിൽ ആദ്യത്തെ വാൽവ് പൂർണ്ണമായിട്ടും അടഞ്ഞു പോയിന്ന്. അതിനുശേഷം വീണ്ടും ഡോക്ടർ പറഞ്ഞു, ഇനിയൊരു കാര്യം ചെയ്യാം, നിങ്ങൾ 1 വർഷമൊക്കെ കഴിഞ്ഞ് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് വന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ പുതുക്കി. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ കുഞ്ഞിനെ അടയ്ക്കണം, ഇടത്ത് ഭാഗം അടയാനുണ്ട്, ഇനി പൂർണ്ണമായിട്ടും അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ, ഈ പീഡിയാട്രിഷ്യൻ കാണുന്ന ഡോക്ടർ പറഞ്ഞു, ഇടതുഭാഗം അടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്ര പെട്ടെന്നൊന്നും അടയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം നോക്കി നിൽക്കണ്ട, അടുത്ത പ്രാവശ്യം അത് ചുരുങ്ങിയില്ലെങ്കിൽ നമുക്ക് അത് അടച്ചു കളയണമെന്ന് പറഞ്ഞു. 2ാം പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 1 വർഷം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പകുതിയോളം അടഞ്ഞു കഴിഞ്ഞു. ടൈനി ഹോൾ എന്നാണ് ഡോക്ടർ പറഞ്ഞത്, ടൈനി ഹോൾ. അങ്ങനെ തിരിച്ചു പോന്ന് ഡോക്ടർ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ, ആ ടൈനി ആയിട്ടുള്ളിരിക്കുന്ന ആ സൂചി കടക്കാൻ പരുവമായി, ഇനി അത് നമ്മളൊന്നും ചെയ്യേണ്ടെന്ന് പറയും. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, എടാ താൻ എന്തോ മന്ത്രമാണോ പ്രയോഗിച്ചതെന്ന് ചോദിച്ചു. ഇത്ര പെട്ടെന്ന് ഒരു മരുന്നും കൂടാണ്ട് അടഞ്ഞു പോകാൻ എന്ത് മന്ത്രമാണ് പ്രയോഗിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ പീഡിയാട്രീഷ്യനോട് പറഞ്ഞു, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ കുഞ്ഞിനുണ്ടാകും എന്ന് പറഞ്ഞു. അതിനുശേഷം തിരിച്ചു പോന്നു. ഈ മാർച്ചിൽ അവളുടെ സ്കാനിങ്ങിന് 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞു. അന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് പൂർണ്ണമായിട്ടും ആ 2 വാൽവുകളും പൂർണ്ണമായിട്ടും അടഞ്ഞുപോയി. കൊച്ചിനിപ്പോൾ 2.5 വയസ്സ് 3 വയസ്സാവാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഒരു മാർച്ചിലാണ് ഉടമ്പടി എടുത്തത്. 25 മാർച്ച് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ വാൽവ് പൂർണ്ണമായിട്ടും അടച്ച് അവളെ സൗഖ്യപ്പെടുത്തി. ഇനി 2ാമതായിട്ട് പറയാനുള്ളത് എൻ്റെ ഈ മോൻ്റെ കാര്യമാണ്. ഇവന് ഒരു പനി വന്ന് ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഈ 2 കുഞ്ഞുങ്ങളെ അമ്മച്ചിയുടെ അടുത്ത് കൊടുത്തിട്ട്, എൻ്റെ അമ്മയാണ് ഇവൻ്റെ അടുത്ത് ഇരിക്കണേ. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി എന്നോട് പറഞ്ഞു, ഇതുവരെയും ഡിസ്ചാർജായി എന്ന് പറഞ്ഞു, പക്ഷേ ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പിന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, കമ്പനിയിലെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, പക്ഷേ ആ ഇൻഷുറൻസിൻ്റെ ഇതുവരെയും ശരിയായിട്ടില്ല. അങ്ങനെ 5 മണിയായി, 6 മണിയായി, 7 മണിയായി. ഞാൻ അവസാനം ഹസ്ബൻഡിനെ വിളിക്കാൻ തുടങ്ങി. ഹസ്ബൻഡിനെ വിളിക്കുമ്പോഴത്തേക്കും ഹസ്ബൻഡിനെ കിട്ടണില്ല. അപ്പോൾ എന്നോട് ഇവർ പറഞ്ഞു, ഞങ്ങൾ 8 മണി വരെ ഇവിടെ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എമൗണ്ട് ഇവിടെ അടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. 25,000 രൂപയുണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ. ഒരു 2,000 രൂപ മാത്രമാണ് എൻ്റെ കൈവശമുള്ളത്. ഞാനിത് എന്ത് ചെയ്യണം എന്നോർത്ത് എനിക്കൊരു പിടിയില്ല. 2 കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരമ്മയുടെ അടുത്ത്, ഇവനാണെങ്കിൽ എൻ്റെ കൂടെ ആശുപത്രിയിൽ. ഈ പൈസ ആ സമയത്ത് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും? 8 മണിയാവണം, 7:30 കഴിഞ്ഞു. അപ്പം സമയം പോയിക്കൊണ്ടിരിക്കണു. ഞാൻ വീണ്ടും ഇപ്പോൾ എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ട്, പക്ഷെ ഞാൻ ഈ കാശ് രൂപം എൻ്റെ കയ്യിൽ തന്നെയുണ്ട്, ധാരാളം പേപ്പറുകളും ഉണ്ട്. പക്ഷെ ഞാൻ കാശ് രൂപത്തിൻ്റെ കാര്യം അങ്ങോട്ട് വിട്ടുപോയി. കാരണം ഇതെങ്ങനെയെങ്കിലും ചെയ്യണമല്ലോ, ഇതെന്ത് ചെയ്യും നാകെ പറക്കുമ്പോൾ ഞാൻ ഓടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ ഇതിലോട്ട് വിളിച്ചിട്ടുണ്ട്, അവരുടെ കമ്പനിയിലോട്ട് വിളിച്ചിട്ടുണ്ട്, അത് അവിടെ നിന്ന് മെയിൽ വന്നില്ല എന്ന് പറഞ്ഞു. ഈ ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ നിന്ന് മെയിൽ വന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഞാൻ ഇവരോട് ചെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ അയച്ചിട്ടുണ്ട്, അവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പന്ത് തട്ടണ പോലെ കുറച്ച് നേരം അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും
ഞാൻ ഓർത്തെൻ്റെ ദൈവമേ, ഞാനിത് എന്ത് ചെയ്യും, ഞാൻ ആരോട് പറയും, ഇത്രയും പൈസ എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല. ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഈ കാശുരൂപമുണ്ട്. കാശുരൂപത്തിൽ ഞാനത് അമ്മ ഇത്രയും നേരമായിട്ടും ഞാൻ അമ്മേനെ മറന്നുപോയല്ലോ ഈ തിരക്കിനിടക്ക് എന്ന് കരുതി വെറുതെ ഇങ്ങനെ ഓർത്തുള്ളൂ. അതിനുശേഷം ഞാൻ ഹസ്ബൻഡ് ഒന്നുകൂടി വിളിക്കാം എന്ന് കരുതി ഫോൺ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ വേഗം കൃപാസനം, തോരാത്ത സാക്ഷ്യങ്ങൾ, തോരാത്ത മഴ എന്നും പറഞ്ഞൊരു ഇതങ്ങോട്ട് ഒരു പോസ്റ്റർ അങ്ങോട്ട് വന്നു. അതിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിലൊരു ആദ്യത്തെ സാക്ഷ്യം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് ആ ഓഫീസിലിരിക്കണ ആ ചേട്ടൻ എൻ്റെ കയ്യിൽ വേഗം തന്നെ ഈ നിങ്ങളുടെ ഇൻഷുറൻസ് ശരിയായി എന്നും പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുന്നു. എൻ്റെ മുന്നിൽ 2 കാലുകൾ മോന്തോട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ദേ ഇൻഷുറൻസ് ശരിയായി എന്ന് പറഞ്ഞ് ആ ചേട്ടൻ അവിടെ നിൽക്കുന്നു. 7:45 കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇൻഷുറൻസ് ശരിയായി. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനായിട്ടും സാധിച്ചു. ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ജോസഫ് അച്ഛൻ നമ്മുടെ ഉടമ്പടി ധ്യാനത്തിൽ പറയാറുണ്ട്, നിത്യതയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കണം, സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം എന്ന്. ശരിക്കും സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നിത്യതയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഈ അമ്മയുടെ ഈ വിരൽ പിടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാണ്. ഈ അമ്മയുടെ ഒരു വിരൽ, ആ വിരലിൻ്റെ സംരക്ഷണം, ആ ഒരു ചൂണ്ടുവിരലിൻ്റെ സംരക്ഷണമാണ് ഞങ്ങളെ ഇന്നും സന്തോഷമായിട്ട് മാതാവ് നിലനിർത്തുന്നത്. മാതാവിന് ഒത്തിരി നന്ദി. ഞാൻ കുമ്പസാരിക്കണ 15 ദിവസം ആകുമ്പോഴത്തേക്കും കുമ്പസാരിക്കും. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ഇപ്പോൾ ഡെയിലി ബ്രെഡ് കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചില ദിവസങ്ങളിൽ രാവിലെ കുർബാനയ്ക്ക് പങ്കുകൊള്ളാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ ചിലപ്പോൾ വൈകുന്നേരം ആ ഭാഗത്ത് ഏതെങ്കിലും ഒരു പള്ളി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി കുർബാന കാണും. കൊച്ചിനെ അമ്മച്ചി നോക്കും. അപ്പോൾ ഞാൻ അവിടെ പോയി കുർബാന കാണും. രാവിലെ ഞാൻ ഞായറാഴ്ച കുർബാനക്ക് പോകുമെങ്കിൽ അമ്മച്ചി 2ാമത്തെ കുർബാനയ്ക്ക് പോകും. ഞങ്ങൾ ഡെയിലി ജപമാല ചെല്ലും. പിന്നെ മുടക്കം വരുന്ന സമയമാണെങ്കിലും ഞാൻ ജപമാല ചൊല്ലിയിട്ടേ കിടക്കുള്ളൂ. അതുപോലെ ഇവരെയൊക്കെ ഈ തൈലം തേച്ചതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ കിടത്തി ഉറക്കാറ്. ഈ ഒരു അവസരം എനിക്ക് തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി.